മാത്സ്യൂലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഏത് തരത്തിലാണ് എന്ന് 8th സ്റ്റാൻഡേർഡിലെ കുട്ടികളെ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ ഉള്ളത്. അതുകൊണ്ട് ഇതിൽ വരുന്ന ചോദ്യങ്ങൾ കഴിഞ്ഞ തവണ ഫസ്റ്റ് ടേമിന് എക്സാമിനേഷന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് ഓരോ ചോദ്യങ്ങളും ചെയ്യുന്ന രീതി ഇന്ന് ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചോദ്യം കിട്ടിയതിന് ശേഷം സ്വന്തമായി ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, നമുക്ക് നേരിട്ട് എക്സാമിലേക്ക് കടക്കാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി ഈക്വൽ ടു ക്യു ആർ, ബി സി ഈക്വൽ ടു പി ആർ, എ സി ഈക്വൽ ടു പി ക്യു, ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി, ആംഗിൾ ബി ഈക്വൽ ടു 60 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ പി? അതായത് ചിത്രത്തിൽ എ ബി സമം ക്യു ആർ, ബി സി സമം പി ആർ, എ സി സമം പി ക്യു, കോൺ എ 50 ഡിഗ്രി, കോൺ ബി 60 ഡിഗ്രി ആയാൽ കോൺ സിയുടെ അളവെത്ര, കോൺ പിയുടെ അളവെത്ര എന്നാണ് ചോദ്യം തന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതിൽ ത്രികോണം എ ബി സി നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഇങ്ങനെയുള്ളൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ എ ബി സി ഉണ്ട്. അപ്പോൾ ഇത് 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്, ഇത് 60 തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വേറൊരു ത്രികോണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ. അതിൽ പി ക്യു ആർ ഇവിടെയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ആംഗിൾ സി എത്ര ആണ് അത് കണ്ടുപിടിക്കുക. കോൺ എ ഇവിടെ ഉണ്ട്, കോൺ ബി 50ഉം 60ഉം ഉണ്ട്, 110ആയി. 50ഉം 60ഉം കൂട്ടിയാൽ 110, 10 ഡിഗ്രി കിട്ടി. അപ്പോൾ മൂന്നാമത്തത് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 70. കാരണം 3 ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 കിട്ടുക. അപ്പോൾ ആംഗിൾ സി ഈക്വൽ ടു നമുക്ക് ആൻസർ എഴുതാം. ഒന്നാമത്തതിൻ്റെ ആംഗിൾ സി, കോൺ സി സമം എഴുതാം നമുക്ക് 70 ഡിഗ്രി എന്ന് എഴുതാം. രണ്ടാമത്തത് വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ പി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഏതൊക്കെയാണ് വശങ്ങൾ തുല്യം തന്നിട്ട് നോക്കുക. എ ബിക്ക് തുല്യം, എ ബിക്ക് ഒരു വരി ഇടുന്നുണ്ട്. എ ബിക്ക് തുല്യം തന്നിരിക്കുന്നത് ക്യു ആർ ആണ്. ക്യു ആർ ആണ് എ ബിക്ക് തുല്യം. അതേപോലെ തന്നെ ബി സിക്ക് പി ആർ ആണ്. ബി സി ഇവിടെയുണ്ട്, അതിന് 2 വരി ഇടുന്ന, പി ആറിന് 2 വരി ഇടുന്നുണ്ട്. അതേപോലെ മൂന്നാമത്തെ സൈഡ് എ സി സമം പി ക്യു. എ സിക്ക് ഞാൻ 3 വരി ഇട്ടു, പി ക്യുവിന് ഞാൻ 3 വരി ഇട്ടു. ഇപ്പോൾ ഈ 2 വശങ്ങളിലും ത്രികോണങ്ങളിലും തുല്യമായ വശങ്ങൾക്ക് ഒരേപോലെയാണ് അളവ് കൊടുത്തിട്ടുള്ളത്. ആംഗിൾ പി എത്ര എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആംഗിൾ പിക്ക് തുല്യമായിട്ട് ഇതിൽ വരുന്നത് ആരാണെന്ന് നോക്കണം. ആംഗിൾ പി എന്ന് പറയുമ്പോൾ ഒരു വരക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ്. അപ്പോൾ ഒരു വരക്ക് ഓപ്പോസിറ്റ് വരുന്നത് എത്രയാണ്? 70 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ആംഗിൾ പി ഈക്വൽ ടു, നമുക്ക് ആൻസർ കിട്ടും 70 ഡിഗ്രി എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, 2 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ 2 added to 3 times of a number gives 32. What is the number? അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 ചേർത്തപ്പോൾ 32 കിട്ടി. സംഖ്യ ഏതാണ്? സംഖ്യ നമ്മൾക്ക് വിചാരിക്കുക, നമ്പർ സംഖ്യ. ഓക്കെ, നമുക്ക് കരുതുക, നമുക്ക് എക്സ് എന്ന് കരുതുക. അതിൻ്റെ 3 ടൈംസ്, 3 മടങ്ങ് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 3x കിട്ടും. അതിനോട് 2 കൂട്ടി, 2 added to 3 times of the number. 3 മടങ്ങിനോട് 2 കൂട്ടി, അപ്പോൾ എത്ര കിട്ടുമെന്നാണ് പറഞ്ഞത്? 32. അപ്പോൾ അതിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? 3xനെ കണ്ടുപിടിക്കാം. 32ന്ന് 2 കുറച്ചാൽ മതി അല്ലേ? 30ഉം 2ഉം ആണ് 32. അപ്പോൾ 3x എത്ര കിട്ടും? നമുക്ക് 30 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എക്സിനെ കണ്ടുപിടിക്കാം. 30 ഡിവൈഡഡ് ബൈ 3 നമുക്ക് കിട്ടും 10 എന്ന് പറയുന്നത് കിട്ടും. അതുകൊണ്ട് നമ്പറിൻ്റെ വില നമ്മൾക്ക് കിട്ടും. എത്ര കിട്ടും? 10. അപ്പോൾ നമ്പർ അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ എ പോളിഗൺ വിത്ത് ഓൾ ആംഗിൾസ് ഈക്വൽ, 1 ഇന്നർ ആംഗിൾ ഈസ് 144 ഡിഗ്രി. അതായത് ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ കോണുകളും തുല്യമാണ്. ഒരു അകകോൺ 144 ഡിഗ്രിയാണ്. ഒരു അകക്കോൺ, അതായത് ഇന്നർ ആംഗിള് അല്ലെങ്കിൽ അകക്കോൺ
എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? 144 ഡിഗ്രി, 144 ഡിഗ്രി തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഔട്ടർ ആംഗിൾ? അപ്പോൾ ഏതൊരു പോളിഗണിൻ്റെയും നമുക്ക് എത്ര സൈഡാണെന്നില്ല നമുക്കറിയില്ലെങ്കിലും എത്രയോ സൈഡുള്ളത് ഉണ്ടെന്ന് കരുതിക്കോ, ഉണ്ട് കഴിയുക. അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഈ പുറത്തെ ആംഗിളാണ്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് നമുക്ക് 144 തന്നത്, ഉള്ളിലുള്ള ആംഗിൾ. ഓക്കെ, ഉള്ളിലുള്ള ആംഗിളാണ് 144 തന്നത്. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? 180 നിന്ന് 144 സബ്ട്രാക്റ്റ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും 36. നിങ്ങൾക്ക് കുറച്ച് നോക്കിയാൽ കിട്ടും. കാരണം എന്താ? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. സം ഓഫ് ഇന്നർ ആംഗിൾ ആൻഡ് ഔട്ടർ ആംഗിൾ. അകകോണും പുറകോണും കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഔട്ടർ ആംഗിൾ അല്ലെങ്കിൽ ആ പുറകോൺ, ഔട്ടർ ആംഗിൾ പുറകോൺ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ കിട്ടി. പുറകോൺ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടി 36 ഡിഗ്രി എന്ന് പറയുന്നത് 36 ഡിഗ്രി കിട്ടും പുറകോൺ. പിന്നെ അതിൽ പറഞ്ഞ എന്താ? ഹൗ മെനി സൈഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇതിന് എത്ര സൈസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഓക്കെ, എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ടുള്ളതാണ് ഈ പോളിഗൺ. അപ്പോൾ എന്താണ് പ്രത്യേകത? എല്ലാ ആംഗിളും ഈക്വൽ ആയിട്ട് വരുമ്പോൾ അത് റെഗുലർ പോളിഗൺ ആണ് തന്നിരിക്കുന്നത്. റെഗുലർ പോളിഗൺ. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വല്, എല്ലാ ആംഗിൾസും ഈക്വല്. അപ്പോൾ എല്ലാ വശങ്ങളും കോണുകളും തുല്യമായിട്ടുള്ളതാണ് സമബഹുഭുജം എന്ന് നമ്മൾ പഠിച്ച റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എത്ര സൈഡ് ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. കണ്ടുപിടിക്കാൻ, സൈഡ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ അറിയണം. വശങ്ങൾ, സൈഡ്സ് അല്ലെങ്കിൽ വശങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? 360 ഡിഗ്രിയെ ആ ഒരു പുറകോണ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 360 ഡിഗ്രിയെ ഒരു പുറകോണ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ എത്ര വശങ്ങൾ നമുക്ക് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഫോർമുല ഓർമ്മിക്കണം. 360/1 ഔട്ടർ ആംഗിൾ ആണ് എന്ത് കിട്ടുന്നത്? സൈഡ്സിൻ്റെ നീളം കിട്ടുന്നത്. അതായത് 360നെ ഒരു പുറകോണ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വശങ്ങളുടെ എണ്ണം വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൗ മെനി രണ്ടെണ്ണത്തിൻ്റെ ആൻസറായി 36 ഡിഗ്രി, അതേപോലെ 10 വശങ്ങൾ. നാലാമത്തത് നമ്മൾക്ക് തന്നിട്ടില്ല, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഫിഗർ ഞാനൊന്ന് ഇവിടെ വരക്കാം. ഇങ്ങനെയാണ് ആ ഫിഗർ തന്നിട്ടുള്ളത്. നോക്കൂ, ABC ആണ്. അതിൽ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? എന്തൊക്കെയാണ് പറഞ്ഞത്? എ ബിയും ബി സിയും ഈക്വല്. എ ബി എന്നുള്ള സൈഡും ബി സി എന്നുള്ള സൈഡും ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് വലുതായി പോയി. ബി സി എന്ന സൈഡ് ഈക്വൽ ആണ്. കോൺ എ എത്ര ഡിഗ്രിയാണ്? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ ഒന്ന് മാറ്റി വരക്കാം. ഇവിടെ എ ബിയും ബി സിയും ഈക്വൽ സൈഡാണ്. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്. കോൺ എ നമുക്ക് തന്നിട്ടുണ്ട് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. 40 ഡിഗ്രി ഏതെല്ലാം തുല്യം? എ ബിയും ബി സിയും ആണ് തുല്യം. അപ്പോൾ ഇത് രണ്ട് വശങ്ങൾ ഈക്വൽ ആയതുകൊണ്ട് അവയ്ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 40 ആയതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ആംഗിളും എത്രയായിരിക്കും? ഈ ആംഗിളും നമുക്കറിയാം 40 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? ഇതിന് എതിരെ ആംഗിൾ 40 ആണ്, കോൺ 40 ആണ്. അപ്പോൾ ഇതിന് എതിരെ വരുന്നതും കോൺ 40 ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടി? ആംഗിൾ സി എന്ന് പറയുന്നതിൻ്റെ ആൻസർ നമ്മൾക്ക് എഴുതാം. എത്ര എഴുതാം? 40 ഡിഗ്രി. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ബി എന്നാണ്. ബി കണ്ടുപിടിക്കാൻ പണിയില്ല. കാരണം എന്തുകൊണ്ടാണ്? ആംഗിൾ ബി കണ്ടുപിടിക്കാൻ 180 നിന്ന് ആരെ കുറച്ചാൽ മതി? ആ 2 40കളെ കുറച്ചാൽ മതി. കാരണം 180 മൈനസ്, അപ്പോൾ 180 കുറക്കണം 80, നമുക്ക് കിട്ടും 100 എന്ന് കിട്ടും. 100 ഡിഗ്രി, 100ൻ്റെ 0 കറക്റ്റ്, 100 ഡിഗ്രി എന്ന് കിട്ടും. ആര്? ഈ ആംഗിൾ ബി. ഓക്കെ, മനസ്സിലായല്ലോ. രണ്ട് ആംഗിൾ 40 ആണ്. അപ്പോൾ മൂന്നാമത്തെ എത്രയായിരിക്കും? 100 ആയിരിക്കും. 40 + 40 180. അപ്പോൾ ഇത് 40 + 40 80. അപ്പോൾ ഇത് 100 ആയിരിക്കും. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. ഇനി പറയുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് 6 × x-2, ഞാനിവിടെ എഴുതാം 6 × x-2 = 3 × x + 1 ആയാൽ
എക്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യണം നമ്മൾ. 6 × x-2 3 × x+1 ആയാൽ എക്സിൻ്റെ വില എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എക്സ് എത്ര എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നോക്കൂ, ഇതിനെ ബ്രാക്കറ്റ് കളയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6x മൈനസ് 6 × 2 എഴുതണം, അത് നമുക്ക് 12 കിട്ടും. 3 × x 3x പ്ലസ് 3 × 1 എത്ര കിട്ടും? നമുക്ക് 3 കിട്ടും. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇപ്പുറവും എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. 2 എക്സിനെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോവുക, ഈ നമ്പറിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6x മൈനസ് 3x ഈക്വൽ ടു +3 അവിടെ ഉള്ളത് +12. അപ്പോൾ എത്ര കിട്ടും? 6x 3x പോയാൽ 3x നമുക്ക് എത്ര കിട്ടും? 15. അപ്പോൾ x ഈക്വൽ ടു 15/3 സമം 5 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്ര കിട്ടി? 5 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തു? നമ്മൾ 5 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി പോകുന്നത്. 6th ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഫിഗർ ഞാനിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കാം. ഇതാണ് ഫിഗർ, ചിത്രം ഇതാണ്. ABC ഇവിടെ D ഉണ്ട്. എന്നിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്നത് ആംഗിൾ ഏതാ? ഇത് 50 എന്ന് തന്നിന്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് തന്നിന് 70 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇൻ ട്രയാങ്കിൾ ABC, ഈ പറഞ്ഞ തന്നെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ A 50 ഡിഗ്രി, ആംഗിൾ B 70 ഡിഗ്രി, A 50 ഡിഗ്രി, കോൺ B 70 ഡിഗ്രി. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ACB? ഈ കോൺ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഈ ത്രികോണത്തിലെ ട്രയാങ്കിളിലത്തെ കോണാണ്, ആംഗിളാണ്. കണ്ടുപിടിക്കാം. 50 70 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 50 70 കൂട്ടിയാൽ നമുക്ക് 120 കിട്ടും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 120 കിട്ടിയാൽ പിന്നെ ബാക്കി വരുന്നത് 60 അപ്പോൾ ആംഗിൾ ACB എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം, 60 ഡിഗ്രി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ അത് എ ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞറിയോ? വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ACD? ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് എത്ര കിട്ടും? ആംഗിൾ ACD സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്ക് കിട്ടും. ഇതെത്ര കിട്ടി? ഇപ്പം നമുക്ക് 60 കിട്ടിയല്ലോ. ഇതിവിടെ 60 എന്ന് എഴുതാം. ഇതും ആഡ് ചെയ്താൽ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇത് എത്രയായിരിക്കും? 180ൽ നിന്ന് 60 കുറച്ചാൽ മതി, അത് നമുക്ക് 120 ഡിഗ്രി കിട്ടും. ഇത് കാരണം എന്തുകൊണ്ടാണ്? ഈ 60ഉം ഇതും ലീനിയർ പെയർ, രേഖീയ ജോഡികളാണ്. രണ്ടെണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 150 കിട്ടും. ഒരു വരയിൽ വരുന്ന 2 ആംഗിൾ, ഈ ആംഗിളും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. ഓക്കെ, ഇനി ഞാൻ 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നറിയോ? ഇഫ് എക്സ് ഈസ് എൻ ഓഡ് നമ്പർ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഓഡ് നമ്പർ? 7ല് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എക്സ് ഈസ് എൻ ഓഡ് നമ്പർ, എക്സ് ഒരു ഒറ്റ സംഖ്യയാണ് എങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ ഏത് എന്നുള്ളതാണ്. ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ 1 3 5 7 ഇങ്ങനെ പോകുന്നതാണ്. ഓരോന്നിൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് അടുത്തത് കിട്ടുന്നത്. 2 ആഡ് ചെയ്ത് പോകുന്നതാണ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ നമ്മളെ ഓഡ് നമ്പർ നമ്മൾ ഏത് വിചാരിക്കുക? ഓഡ് നമ്പർ, നമ്മളെ ഫസ്റ്റ് ഓഡ് നമ്പർ നമ്മൾ വിചാരിക്കുക എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നെക്സ്റ്റ് ഓഡ് നമ്പർ ഏതായിരിക്കും? അതിന് സക്സീഡ് തുടർച്ചയായിട്ട് വരുന്ന അടുത്ത ഓഡ് നമ്പർ എത്രയായിരിക്കും? എക്സിൻ്റെ കൂടെ എത്ര കൂട്ടണം നോക്കിയാൽ 3 ആണ് ഓഡ് നമ്പർ, ഒറ്റ വിചാരിച്ചോ. അടുത്തത് 5, 2 കൂട്ടി. അപ്പോൾ അടുത്ത കൂട്ടുമ്പോൾ വീണ്ടും 2 കൂട്ടി. അപ്പോൾ എക്സ് ആണ് എങ്കിലോ എക്സിൻ്റെ കൂടെ 2 കൂട്ടുന്നതായിരിക്കും അടുത്ത ഒറ്റ സംഖ്യ. ഒറ്റ എന്നാണ് പേര് കേട്ടോ. ഓടിൻ്റെ മലയാളം ഒറ്റ സംഖ്യ. കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി അതിലത്തെ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കോ. ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 72. വാട്ട് ആർ ദ നമ്പേഴ്സ്? സം ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾക്ക് അടുത്തടുത്ത തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ തുക 72 ആയാൽ സംഖ്യകൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ നമ്മൾ എഴുതുന്നു ആദ്യത്തെ ഒറ്റ സംഖ്യ, ഫസ്റ്റ് ഓഡ് നമ്മൾ എന്ത് വിചാരിക്കുക? ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ വിചാരിക്കുക ആദ്യത്തെ
ഒറ്റ സംഖ്യ വിചാരിക്കുക. എന്ത് വിചാരിക്കുക? എക്സ് വിചാരിക്കുക. അപ്പോൾ അടുത്തത് ഏതായിരിക്കും? നെക്സ്റ്റ് അടുത്തത് ഏതായിരിക്കും? നേരത്തെ പറഞ്ഞ മാതിരി x+2 ആയിരിക്കും. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുന്നതെന്ന് പറഞ്ഞത് അവർ 72. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 72. അപ്പോൾ x+2 = 72. എക്സും കൂട്ടിയാൽ 2x. 2xൻ്റെ പരം 2 ആഡ് ചെയ്താൽ 2x+2 = 72. 72. അപ്പോൾ 2x = 72 - 2 നമുക്ക് എത്ര കിട്ടും? 70. അപ്പോൾ എക്സിൻ്റെ വില 70/2 നമുക്ക് കിട്ടും 35. അപ്പോൾ ആദ്യത്തെ ഒറ്റ സംഖ്യ എത്ര വരും? അപ്പോൾ അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് ഏതെല്ലാം വരും? ആദ്യത്തത് വരൽ എക്സിന് എഴുതാം 35 എന്ന് എഴുതാം. x+2 എഴുതാം. 35 2 എത്ര? 37. അപ്പോൾ നമ്പർ 35, 37. ഇനി വേണം ചെക്ക് ചെയ്ത് നോക്കാം. ഇവ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 72 കിട്ടും. 35 37 കൂട്ടിയാൽ എത്ര കിട്ടും? 72. അപ്പോൾ ഈ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 കഴിഞ്ഞിട്ട് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡ്രോ എ ലൈൻ 8.5 centimeters ലോങ്. ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാം ആയതുകൊണ്ട് ഞാൻ അതിനെ 8 അതിൽ എയിൽ ഫസ്റ്റ് പറഞ്ഞത് ഡ്രോ എ ലൈൻ 8.5 8.5 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരക്കുക എന്നാണ്. നിങ്ങൾക്ക് സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരക്കാൻ അറിയാം. അപ്പോൾ അതിൽ 8.5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 8.5 എന്നാണ് പറഞ്ഞത്. നോക്ക്, 8.5. അപ്പോൾ ഇവിടെ 0 മുതലാണ് വരക്കേണ്ടത്. 8നും 9നും ഇടയിലുള്ള വരയാണ് വേണ്ടത്. അത് എത്ര വരും? 8.5. 8നും 9നും ഇടയ്ക്ക് വരെ. അപ്പോൾ ഇത് 8.5 എന്ന് പറയുന്ന ലൈൻ നമുക്ക് കിട്ടി. 8.5. ഇനി പിന്നെ എന്താണ് അവർ പറഞ്ഞത്? അപ്പോൾ ഒന്നാമത്തതായി. രണ്ടാമത്തത് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അതായത് ലംബ സമഭാജി നമുക്ക് വരക്കണം. ലംബ സമഭാജി വരക്കണം. അപ്പോൾ ലംബ സമഭാജി വരയ്ക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഏത്? നമ്മളുടെ സ്കെയില്, പിന്നെ കോമ്പസ്. ഒരു സെക്കൻഡ്. ഓക്കെ, കോമ്പസ്. ഈ കൃത്യമായിട്ട് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ലംബ സമഭാജി വരയ്ക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഇവിടെ കുത്തുക. ഇവിടെ കുത്തിയിട്ട് പകുതിയിലധികം ഡിസ്റ്റൻസ് എടുത്തിട്ട് മുകളിൽ ഒരു വര വരക്കുക, താഴെ ഒരു വര വരക്കുക. അതേപോലെ തന്നെ ഇവിടെയും വെച്ചിട്ട് ഇവിടെയും വരക്കുക, ഇവിടെയും വരക്കുക. അപ്പോൾ 2 ലൈനുകൾ അവിടെ നിങ്ങൾക്ക് കൂട്ടിമുട്ടിയിട്ട് 2 ആർക്കുകൾ അല്ലേ, ചാപങ്ങൾ നിങ്ങൾക്ക് അവിടെ കൂട്ടിമുട്ടി കാണാം. അത് രണ്ടും കൂടെ പെൻസിൽ കൊണ്ട്, ഞാൻ പേന നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരച്ചാണ്, അത് രണ്ടും കൂടെ നമ്മൾ യോജിപ്പിക്കുക. യോജിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതെന്തായി? ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഇതിന് വേണം നിങ്ങൾക്ക് പേര് കൊടുക്കാം, AB. ഇതിന് വേണമെങ്കിൽ CD എന്ന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. ഓക്കെ, പിന്നെന്താണ് പറഞ്ഞത്? ഡ്രോ എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4.25 centimeters ലോങ്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കണം, 4.25. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ആകെ ഉള്ളത് എത്രയാണ്? 8.5 ആണ്. അപ്പോൾ നമ്മൾ വരക്കേണ്ടത് എത്രയാണ്? 4.25 സൈഡിലുള്ളതാണ് വരക്കേണ്ടത്. അപ്പോൾ 8.5 അല്ലെങ്കിൽ 8.50 പകുതിയാണ് 4.25. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടുമല്ലോ. ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരം എത്ര വരും? 4.25 വരും. കാരണം എന്താ? ഇവിടുന്ന് ഇവിടത്തേക്കുള്ള നീളമാണ് നമ്മൾ ആദ്യം വരച്ച 8.5. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എത്രയാണ് വരിക? 4.25. അപ്പോൾ എന്ത് ചെയ്യുക? സമഭുജ ത്രികോണമാണ് വരക്കേണ്ടത്. എല്ലാ വശങ്ങളും തുല്യം. ശ്രദ്ധിക്കുക, ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ എന്ത് ചെയ്യുക?
ഒരാർക്ക് ചാപം വരയ്ക്കുക. ആ ചാപങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവ തമ്മിൽ നമ്മൾ കറക്റ്റായിട്ട് യോജിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതേമാതിരിയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നു. ഇതാണ് നമ്മുടെ സമഭുജ ത്രികോണം. ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാ വശങ്ങളും എത്രയായിരിക്കും? 4.25 ആയിരിക്കും. കാരണം ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണ് നമ്മൾ ഇവിടുന്ന് ഇവിടത്തേക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു പേര് കൊടുക്കാം. ഓക്കെ, പി ഇവിടെ ഓ നാറ്റും കൊടുത്തു കഴിഞ്ഞാൽ POB എന്നില്ല ഒരു സമഭുജ ത്രികോണമായി പേര് കൊടുക്കാനൊന്നും നമ്മളോട് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതാണ് ആ ചിത്രം. 8ാമത്തേതിൻ്റെ 3 ചോദ്യങ്ങളുമായി. ഓക്കെ, ശരി. 8 ചിത്രം എ എന്നുള്ള ചിത്രം വരക്കലാണ്, അത് വരച്ചു. പിന്നെ 2ാമത്തെ ബി എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ലംബ സമഭാജി, അത് വരച്ചു. 3ാമത്തത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണം, അതും നമ്മൾ വരച്ചു. ഓക്കെ, ഇനി 9ാമത്തെ ചോദ്യമാണ് ഇനി പറയാൻ പോകുന്നത്. 9ാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ദി ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഇറ്റ്സ് ഔട്ടർ ആംഗിൾ. ഒരു സമബഹുഭുജത്തിൻ്റെ അകക്കോണ് എന്ന് പറയുന്നത് പുറകോണിൻ്റെ 2 മടങ്ങാണ്. ഓക്കെ, ഫൈൻഡ് ദ മെഷർ ഓഫ് 1 ഔട്ടർ ആംഗിൾ, ഫൈൻഡ് ദ മെഷർ ഓഫ് 1 ഇന്നർ ആംഗിൾ. ഒരു പുറകോണിൻ്റെ അളവത്ര, ഒരു അകകോണിൻ്റെ അളവത്ര എന്നാണ് ചോദ്യം. നോക്ക്, ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഡബിൾ. അപ്പോൾ നമുക്ക് എന്താണ് ഇവരുടെ പ്രത്യേകത? ഇന്നർ ആംഗിളുകൾ റെഗുലർ സമബഹുഭുജത്തിൻ്റെ അകകോണും പുറകോണും കൂട്ടിയാൽ 150 കിട്ടും. അപ്പോൾ ഏതാണ് ഇവിടെ വലുത്? ഇന്നർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ ഈസ് ഡബിൾ ദാറ്റ് ഓഫ് ഔട്ടർ. അപ്പോൾ ഔട്ടർ ആംഗിൾ ആണ് ചെറുത്, പുറകോണാണ് ചെറുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുതുക പുറകോൺ. ഇംഗ്ലീഷിലാണെങ്കിൽ ഔട്ടർ ആംഗിൾ. ഔട്ടർ ആംഗിൾ എത്ര എഴുതുക? എക്സ്. അപ്പോൾ അകകോൺ അതിൻ്റെ ഡബിൾ എന്നല്ലേ പറഞ്ഞേ? അകകോൺ എത്ര കിട്ടും നമുക്ക്? 2x. അതായത് ഇന്നർ ആംഗിൾ 2x. സംശയമൊന്നുമില്ലല്ലോ. ഇന്നർ ആംഗിൾ 2x. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര? ഇവിടെ ഞാൻ എഴുതുകയാണ്. പുറകോൺ പ്ലസ് അകകോൺ ഈക്വൽ ടു 180 ആണെന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടും എക്സ് പ്ലസ് 2x ഈക്വൽ ടു 180. ഇതറിയുന്ന കുട്ടിക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. എക്സും 2xും കൂട്ടിയാൽ 3x സമം 180. അതിൽ നിന്ന് എക്സ് നമുക്ക് എത്ര കിട്ടും? 180/3. നമുക്ക് ഉത്തരം 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ പുറകോണാണ്. പുറകോണിൻ്റെ വില ഇപ്പോൾ നമുക്ക് കിട്ടി. പുറകോൺ അല്ലെങ്കിൽ പുറകോണിൻ്റെ ഇംഗ്ലീഷ് ഇന്നർ ഔട്ടർ ആംഗിള് നമുക്ക് കിട്ടി 60 ഡിഗ്രി. ഇനി എന്താണ് അവർ പറഞ്ഞത്? ഫൈൻഡ് ദ മെഷർ ഓഫ് 1 ഇന്നർ ആംഗിൾ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അകകോണിൻ്റെ കണ്ടുപിടിക്കണം. അത് സിമ്പിളല്ലേ? അകകോണിൻ്റെ നമുക്ക് എത്ര കിട്ടും? അകകോണ് 2x അല്ലേ? അപ്പോൾ 2 × 60 നമുക്ക് എത്ര കിട്ടും? 120 ഡിഗ്രി. അതായത് ഔട്ടർ ആംഗിള് നമുക്ക് കിട്ടി 120 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടി. അത്രയേ ഉള്ളൂ. മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ 1 ഔട്ടർ ആംഗിൾ 1 ഇന്നർ ആംഗിൾ. സോറി, അകക്കോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിൾ അല്ല, എന്താണ് അതിൻ്റെ പറയുക? ഇന്നർ ആംഗിൾ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യെസ്, ഇനി നമുക്ക് വേണ്ടുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. എ 100 rupee നോട്ട് വാസ് ചേഞ്ച്ഡ് ടു 10 rupee നോട്ട്സ് ആൻഡ് 20 rupee നോട്ട്സ്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ 100 രൂപയെ എന്താക്കി? 10 രൂപകളും അതേപോലെ 20 രൂപകളുമാക്കി മാറ്റി. ഇഫ് യു ടേക്ക് എ നമ്പർ ഓഫ് 20 rupee നോട്ട്സ് as x, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് റുപ്പീസ് 10 rupee? വാട്ട് ഈസ് ദി നമ്പർ ഓഫ് 10 rupee നോട്ട്സ്? ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ നിങ്ങൾക്ക്? കേട്ടല്ലോ. ക്വസ്റ്റ്യൻ അവിടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. 100 രൂപ ഞാനിങ്ങനെ എഴുതാം. 100 രൂപയാണുള്ളത്. ഈ 100 രൂപേനെ മാറ്റുന്നത് 10 രൂപയും 20 രൂപയും ആക്കിയിട്ടാണ് മാറ്റുന്നത്. എന്നിട്ട് അവർ നമ്മളോട് പറയുകയാണ് 20 rupee നോട്ടിനെ എക്സ് ആയിട്ട് എടുക്കണം, ഇതിനെ എക്സ് ആയിട്ട് എടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ 20 rupees നോട്ടിനെ എക്സ് ആയിട്ട് എടുത്താൽ, ഇഫ് യു ടേക്ക് നമ്പർ ഓഫ് 20 rupees നോട്ട്സ് as x, വാട്ട് ഈസ് ദി നമ്പർ ഓഫ്
10 rupee നോട്ട്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ചേഞ്ച്ഡ് ടു 10 rupee നോട്ട് ആൻഡ് 100 rupee നോട്ട്സ്. 8 നോട്ട്സ് ഇൻ ഓൾ. അതിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, ആകെ 8 നോട്ടുകളാണുള്ളത്. അപ്പോൾ ടോട്ടൽ നോട്ട്സ് എത്ര? ടോട്ടൽ നോട്ടുകൾ, ആകെ നോട്ടുകൾ എത്ര എണ്ണമുണ്ട്? 8 എണ്ണമുണ്ട്. ഓക്കെ, അതിൽ 20 രൂപേനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ 10 രൂപ എത്രയുണ്ടാവും? 8 മൈനസ് എക്സ്. സംശയമൊന്നുമില്ലല്ലോ, ആകെ 8 എണ്ണ ഉള്ളത്. 8ന്ന് എക്സ് കുറച്ചാൽ കിട്ടും. ഇനി ആകെ 100 രൂപയുള്ളത്, അതായത് 10 രൂപയുടെ വിലകളും 20 രൂപയുടെ വിലകളും കൂട്ടിച്ചേർന്നാൽ 100 രൂപയാണ് കിട്ടുക. അപ്പോൾ 20 രൂപയുടെ വില എത്ര കിട്ടും? 20 റുപ്പീസിൻ്റെ വാല്യൂ എത്രയുണ്ടാവും? 20 റുപ്പീസിൻ്റെ ഒരു വാല്യൂ അല്ല, നോട്ട്സിൻ്റെ വാല്യൂ ആകെ എത്ര വരും നമുക്ക്? 20 ഇൻറ്റു എക്സ്. 20കളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ഉണ്ടാവും, 20 എക്സ് ഉണ്ടാവും. 10 രൂപകൾ എത്രയുണ്ടാവും? അതിൻ്റെ വിലകൾ എത്രയുണ്ടാവും? നമുക്ക് കിട്ടും 10 ഇൻറ്റു എത്രയാണ് വരിക? 8 മൈനസ് എക്സ്. ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് മസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 ഇൻറ്റു 8 80 മൈനസ് 10 ഇൻറ്റു എക്സ് 10x കിട്ടും. ഓക്കെ, ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ വാല്യൂയും കൂടെ ചേർത്താൽ നമുക്ക് 100 രൂപ കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 20x പ്ലസ് 80 മൈനസ് 10x സമം 100 രൂപ. കറക്റ്റ്. അപ്പോൾ നോക്കിയാൽ 20x 10x പോയി. അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. മൈനസ് 10x ഈക്വൽ ടു 100 മൈനസ് 80 സമം നമുക്ക് കിട്ടും 20. 20x 10x പോയി എത്ര? 10x. 10x 20 ആയാൽ x നമുക്ക് കിട്ടും 20/10 സമം നമുക്ക് 2 കിട്ടും. എന്നിട്ട് ചോദിച്ചിനെന്താണ്? ഹൗ മെനി 10 rupee നോട്ട്സ് ആൻഡ് 20 rupee നോട്ട്സ് എന്നാണ് ചോദിച്ചത്. ഈ എക്സ് എത്ര കിട്ടി? 2. എക്സ് ആരായിരുന്നു? 20ൻ്റെ എണ്ണം. അപ്പോൾ നമുക്ക് എഴുതാം നമ്പർ ഓഫ് 20 rupees നോട്ട്. 20 rupees നോട്ട് എത്ര കിട്ടും നമുക്ക്? എക്സ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് 10 rupee നോട്ട്, 10 rupee നോട്ട് അതെത്രയാണ്? 8 മൈനസ് എക്സ് ആണ്. 8 മൈനസ് എക്സ്. അപ്പോൾ 8ന്ന് 2 കുറച്ചാൽ മതി. എത്ര കിട്ടും? 6 കിട്ടും. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഈ 20 രൂപ 2 എണ്ണം ഉണ്ടാകുമ്പോൾ 40 രൂപയായി. 10 രൂപ 6 എണ്ണം ഉണ്ടാകുമ്പോൾ 60 രൂപയായി. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് are given in the figure. Length of 2 sides are given. Find the length of third side of each triangle. 2 ട്രയാങ്കിൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. റൈറ്റ് ട്രയാങ്കിൾ, 2 മട്ടത്രികോണം തന്നിട്ടുണ്ട്. അവയുടെ വശങ്ങളും ചോദിച്ച് തന്നിട്ടുണ്ട്. എങ്കിലും 3ാമത്തെ വശം എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഞാൻ ആ ചിത്രം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വരക്കാം. ഇങ്ങനെയുള്ള ഒരു മട്ടത്രികോണമാണ് ആദ്യത്തേത്. അതിൻ്റെ പേര് ABC എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മട്ടത്രികോണം ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇങ്ങനെ വരുന്നതാണ്. അതിൻ്റെ പേര് PQR എന്ന് കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിളിൻ്റെ ആ മട്ടത്തിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 6 തന്നിട്ടുണ്ട്, ഇത് 8 തന്നിട്ടുണ്ട്, പിന്നെ ഇത് 6 തന്നിട്ടുണ്ട്, ഇത് 10 തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് തേർഡ് സൈഡ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ. 2 ട്രയാങ്കിളിൻ്റെയും 3ാമത്തെ വശം കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കിവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ 6ൻ്റെ സ്ക്വയർ എത്ര വരിക നിങ്ങൾക്ക് എഴുതാൻ അറിയാം. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ സമം AC സ്ക്വയർ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്വയർ കൂട്ടിയാൽ ഇതിൻ്റെ സ്ക്വയർ ആണ്. ABയുടെ സ്ക്വയർ എത്ര? 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ സമം എത്ര കിട്ടും? AC സ്ക്വയർ. നോക്ക്, 6 സ്ക്വയർ എത്രയാണ്? 36 പ്ലസ് 64 സമം AC സ്ക്വയർ. 36 64 കൂട്ടിയാൽ നിങ്ങൾക്കറിയാം 100 ആണ്. അതാണ് AC സ്ക്വയർ. 100. ഇപ്പോൾ AC എത്രയായിരിക്കും? AC സ്ക്വയർ ആണ് 100, ACയുടെ വർഗമാണ് 100. അപ്പോൾ AC എത്രയായിരിക്കണം?
10. കാരണം 10ന്റെ സ്ക്വയറാണ് 100. അപ്പോൾ AC നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ഇനി നിങ്ങൾക്ക് ആലോചിക്കേണ്ടത് ഇതിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 സ്ക്വയറിൽ നിന്ന് 6 സ്ക്വയർ കുറച്ചാൽ മതി. കാരണം ഇത് വലിയ സൈഡല്ലേ, ഈ ചെറിയ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. 10 സ്ക്വയറിൽ നിന്ന് 6 സ്ക്വയർ കുറച്ചാൽ മതി. ഈസിയാണ്, ഇപ്പം കണ്ടുപിടിച്ചതുകൊണ്ട് ഈസിയാണ്. അപ്പോൾ 100 മൈനസ് 36 കിട്ടും. നമുക്ക് എത്ര കിട്ടും? 64 കിട്ടും. ആരി QR-ന്റെ സ്ക്വയർ ആണ് കിട്ടുക. എത്ര? 64. അപ്പോൾ QR എത്ര കിട്ടും? √64. നമുക്ക് വേണമെങ്കിൽ എഴുതാം. എത്ര കിട്ടും? അത് 8 അല്ലെങ്കിൽ 8 എന്ന് കിട്ടും. അപ്പോൾ ഇതെത്ര കിട്ടി? 8 എന്ന് കിട്ടി. നോക്ക്, എന്നിട്ട് അവർ പറഞ്ഞ ചോദ്യം എന്താണെന്നറിയോ? തേർഡ് സൈഡ് ഓഫ് ഈച്ച് ട്രയാങ്കിൾ കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ ഈ രണ്ടിൻ്റെ വില കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു. മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചു. റൈറ്റ് ഈക്വൽ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ് ABC ആൻഡ് ട്രയാങ്കിൾ PQR. ABCയുടെയും PQRൻ്റെയും തുല്യമായിട്ടുള്ള വശങ്ങൾ, റൈറ്റ് ഈക്വൽ ആംഗിൾസ്, തുല്യമായിട്ടുള്ള കോണുകൾ കണ്ടുപിടിക്കുക, ആംഗിൾസ് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി എന്താണെന്നറിയോ? ഇവിടെ 8-ന് ഒരു വര കൊടുക്കുക, ഇവിടെ 8-ന് ഒരു വര കൊടുക്കുക, ഇവിടെ 10-ന് 2 വര കൊടുത്തു, ഇവിടുത്തെ 10-ന് 2 വര കൊടുത്തു, ഇവിടെ 6-ന് 3 വര കൊടുത്തു, ഇവിടെ 6-ന് 3 വര കൊടുത്തു. അപ്പോൾ ഇനി ഈക്വൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 വരയുള്ളതിൻ്റെ ആംഗിളും ഈ 3 വരക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഈ 8-ന് നോക്കിക്കാൻ, ഈ ഒരു വരക്ക് വരുന്ന 8-ന് വരെയുള്ള ആംഗിളും ഈ ഒരു വരക്ക് നേരെ വരുന്ന ആംഗിളും തുല്യമാണ്. അപ്പോൾ ഏതെല്ലാം ആംഗിൾ തുല്യം നോക്കിയാൽ? ആംഗിൾ A ഈക്വൽ ടു, ആംഗിൾ A എന്നോ ഒരു വരക്ക് വരുന്നതല്ലേ, ഒരു വരക്ക് എതിരെ വരുന്നത്. അപ്പോൾ ഈ ഒരു വരക്ക് എതിരെ ഇവിടെ വരുന്നത് എത്ര? ആംഗിൾ P ആണ്. ഇനി 2 വരക്ക് എതിരെ വരുന്നത് ആരാ? B ആണ്, ആംഗിൾ B. ഇവിടെ 2 വരക്ക് എതിരെ വരുന്നത് ആരാ? ഇതാണ് 2 വര, അപ്പോൾ ആംഗിൾ Q ആണ്. ഇനി മൂന്നാമത്തത് ഏതാണ് വരിക? ഇനി 2 വരയായി 3 വര ആരാണ്? അതിന് വരുന്ന ആംഗിൾ C ആണ്. ഓക്കെ, ഇവിടെ 3 വരക്ക് വരുന്നത് ആംഗിൾ R ആണ്. ഞാൻ ഈ വരയിട്ടിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ലൈൻ ഇട്ടിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സൈഡ് നോക്കി പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് സൈഡ് നോക്കിയിട്ട് എഴുതാം. 8-ന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ P ആണ്, അപ്പോൾ 8-ന് ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ A ആണ്. അപ്പോൾ ആംഗിൾ A സമം എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇങ്ങനെ വരയിട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും, അതുകൊണ്ടാണ് എഴുതിയത്. ഓക്കെ, ഇനി 12th ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 12ാമത്തെ ചോദ്യം, 12th ക്വസ്റ്റ്യൻ. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: കൺസിഡർ എ പോളിഗൺ ഹാവിങ് 42 സൈഡ്സ്. 42 വശങ്ങളുള്ള ഒരു ബഹുഭുജമുണ്ട്. വാട്ട് ഈസ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് ദിസ് പോളിഗൺ? അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾക്ക് ഇന്നർ ആംഗിളിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള തുക അകകോണുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം നിങ്ങൾക്കറിയാം. n-2 ഇൻറ്റു 180, n-2 ഇൻറ്റു 150 ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം സൈഡാണ്. എത്ര സൈഡ്സ് ഉണ്ട്, എത്ര വശങ്ങളുണ്ട് എന്നുള്ളതാണ് n. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലത്തിൽ n എത്ര കിട്ടും? നമുക്ക് 42 സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കൊടുക്കുക? 42 മൈനസ് 2 ഇൻറ്റു 180. 42 2 പോയാൽ 40. അപ്പോൾ 40-നെ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾക്ക് എത്ര കിട്ടും? 7200 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ ഫോർമുല ഇല്ലാണ്ട് ചെയ്യുക. സൈഡിൽ നിന്ന് 2 കുറച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സൈഡ് -2 കണ്ടിട്ട് 42 സൈഡാണ്, അപ്പോൾ 40 ഇൻറ്റു 180 കണ്ടുപിടിച്ചാലും നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ സം എത്ര വരിക? സം എന്ന് പറഞ്ഞാൽ തുക എത്രയാ വരിക? ഇപ്പം നമുക്ക് കിട്ടിയത് 7200. ആരുടെ? ഇന്നർ ആംഗിളിൻ്റെ സമ്മാണ്. ഓക്കെ. നെക്സ്റ്റ് അതിൽ തന്നെ B അതിൽ തന്നെ പറയുന്നത് എന്താണെന്നറിയോ? ഇത് A ആണ്. ഇനി B അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദി സം ഓഫ് ദി ഇന്നർ ആംഗിൾസ് ഓഫ് എ പോളിഗൺ വിത്ത് 1 സൈഡ് മോർ. ഒരു സൈഡ് കൂടി കൂടുതൽ ഉണ്ടാവുന്ന പോളിഗണിൻ്റെ ഇന്നർ ആംഗിളിൻ്റെ സം എത്രയാണ്? അതായത് ഒരു വശം കൂടി ഉള്ളതിൻ്റെ അകകോണുകളുടെ തുക എത്രയാണ്? അത് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഒരു സൈഡ് കൂടുന്ന സമയത്ത് ഈ ആംഗിളിൻ്റെ കൂടെ ഒരു 180 കൂട്ടിയാൽ മതി. അല്ലാണ്ട് വീണ്ടും അതിൻ്റെ ഒരു ഫോർമുല കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു സൈഡ് കൂടുമ്പോൾ, ഒരു വശം കൂടുമ്പോൾ അതിൽ വരുന്ന ആംഗിള് 7200-ഉം ഒരു 180-ഉം കൂടെ കൂട്ടിയാൽ മതി. 7380 എന്ന് പറയുന്നിട്ട് കിട്ടും. ഒരു സൈഡ് കുറയുമ്പം കിട്ടിയതിൽ നിന്ന് 180 കുറച്ചാലും മതി.
സൈഡ് കൂടുന്നതിനനുസരിച്ചിട്ട് 180 ഡിഗ്രി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ രണ്ടാമത്തിൻ്റെ ഉത്തരം 7380 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ തന്നിട്ട് അവിടെ OC ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈസെക്ടർ നടുക്കേ കൂടെ മിഡിലേ കൂടെ പോകുന്നു. നോക്ക്, OC ഇത് B ആണ്. ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാം. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ ഫിഗർ ആംഗിൾ AOB ഈക്വൽ ടു 71 ഡിഗ്രി. OC ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ AOB. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC? അതായത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആംഗിൾ AOB എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. AOB എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 71 ഡിഗ്രി, 71 ഡിഗ്രിയാണ്. എന്നിട്ട് കണ്ടുപിടിക്കേണ്ടത് AOC ആണ്. OC നടുക്കേ കൂടെ പോകുന്നതാണ്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യല് ഇൻ ദ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ AOC എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ പകുതിയായിരിക്കും ആംഗിൾ AOC. അപ്പോൾ നമ്മൾക്ക് ആൻസർ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഇവിടെ ഞാൻ എഴുതാം. ആംഗിൾ AOB എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 71 ഡിഗ്രിയാണ്. ആംഗിൾ AOC ആണ് ചോദിച്ചത്. 71 ഡിഗ്രിയുടെ പകുതി അത് എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു 71 ഡിഗ്രി. അത് 71 ഡിഗ്രിയുടെ പകുതി നമുക്ക് എത്ര കിട്ടും? 70ൻ്റെ 35 വരും. അപ്പോൾ 35.5 ഡിഗ്രി അല്ലെങ്കിൽ 35 1/2 ഡിഗ്രി എന്ന് എഴുതിയാലും മതി. അപ്പോൾ അതിൻ്റെ ഉത്തരം എയുടെ ഉത്തരായി എത്ര? 35.5 ഡിഗ്രി. ഇത് പോയിന്റ് ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താണ്? ഡ്രോ ട്രയാങ്കിൾ PQR വിത്ത് PQ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, ആംഗിൾ P ഈക്വൽ ടു 35.5 ഡിഗ്രി, ആംഗിൾ Q ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് പറയുന്ന രീതിയിൽ ഒരു ട്രയാങ്കിൾ PQR വരക്കണം നമ്മൾ. അപ്പോൾ PQ നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രദ്ധിക്കണേ, PQ ഈക്വൽ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ PQവിനെ ഞാനിവിടെ 6 സെൻറ്റിമീറ്ററിൽ വരക്കുകയാണ്. നിങ്ങൾ കുറച്ച് മുതിർന്ന കുട്ടികളായതുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് സ്കെയിലിലും വെച്ച് വരക്കുന്നതാണ്. PQ ഈക്വൽ ടു എത്ര വരക്കുക? 6 സെൻറ്റിമീറ്ററിൽ വരക്കുക. സ്കെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഞാനത് നിങ്ങൾക്ക് സമയം കളയുന്നതുകൊണ്ടാണ് കളയാത്തത് കേട്ടോ. ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആണ്. 6 സെൻറ്റിമീറ്ററിൽ വരക്കുക. ഓക്കെ, ആ വരച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് 30 ആംഗിൾ P എന്ന് പറയുന്നത് 35.5 ഡിഗ്രിയാണ്. 35.5 35.5 നമുക്ക് ഏതിൽ കിട്ടില്ല? പ്രൊട്രാക്ടറിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ 71 ഡിഗ്രി നമ്മളതിൽ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വെക്കുക, പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 71, ഇത് 70 ആണ്, ഇത് 80 ആണ്. അപ്പോൾ 71 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് വരും. ഇവിടെ ആ ഡോട്ട് ഇടുക. ആ ഡോട്ട് ഇട്ടിട്ട് നമ്മൾ 71 വരക്കുക. സ്കെയിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 71നെ നമ്മൾക്ക് ഇവിടെ വരക്കുക. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതേമാതിരി വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിന് നമുക്ക് എത്രയാണ് വേണ്ടത്? 35.5 വേണ്ടത് നമുക്ക്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ആംഗിളിൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ പകുതി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കണം. അത് വരക്കാൻ നിങ്ങൾക്കറിയാം. ഇങ്ങനെ വരച്ചിട്ട് ഈ ആർക്കിനെ ഇവിടെ മുട്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കുത്തി, ആർക്കിൻ്റെ അവിടെ കുത്തി, കാണുന്നുണ്ടല്ലോ, ഇതാ ഇവിടെ കുത്തി. എന്നിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ കുറച്ചും കൂടെ വലുതാക്കുക. എന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും കുത്തുക. കുത്തേണ്ട സ്ഥലം മനസ്സിലായി? ഓക്കെ, കുത്തിയിട്ട് ആ ലൈനിൽ മുട്ടുന്ന സ്ഥലത്ത് കേട്ടോ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചതിന് ശേഷം സ്കെയിൽ എടുത്തിട്ട്, സ്കെയിൽ കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ, ഈ സ്കെയിൽ എടുക്കാം. ഈ സ്കെയിൽ എടുത്തിട്ട് രണ്ടും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വരക്കുന്നു. അപ്പോൾ ഈ പാർട്ട് എത്ര കിട്ടി നമുക്ക്? 35.5 ഡിഗ്രിയാണ് അവർ പറഞ്ഞത്. അതിപ്പം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യനിൽ ബാക്കി എന്താണ് പറഞ്ഞത് നോക്കട്ടെ. ആംഗിൾ Q ഈക്വൽ ടു 60, അത് കണ്ടുപിടിക്കാൻ വിഷമില്ല. ആംഗിൾ Q ഈക്വൽ ടു 60. ഞാൻ പ്രൊട്രാക്ടറാണ്. കിട്ടി ഒരു സെക്കൻഡ്. ഓക്കെ, ആംഗിൾ Q ഈക്വൽ ടു 60 ഡിഗ്രി. ഇപ്പോൾ 60 ഡിഗ്രി കണ്ടുപിടിക്കാൻ ഇവിടെ പ്രൊട്രാക്ടർ കറക്റ്റായിട്ട് ഈ സെൻറ്റർ കറക്റ്റായിട്ട് വെക്കണേ. ഈ വരക്ക് കറക്റ്റാക്കി വെച്ചിട്ട് പെൻസിലിനെ കൊണ്ട് 60 എന്ന് പറയുമ്പോൾ ഇവിടെ 60 കിട്ടും. ഐഡിയ മനസ്സിലായല്ലോ?
ഓക്കെ, ഇവിടെ ഒരു 60 മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 60 മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ഇതിലേക്കൂടെ ആ 60ൻ്റെ അതിലേക്കൂടെ നമ്മൾ ഈ ക്യൂവിൽ വെച്ചിട്ട് നമ്മളൊരു വര വരക്കുന്നു. അങ്ങനെ വര വരക്കുമ്പം ഇതിവിടെ കട്ട് ചെയ്യുന്നത് കണ്ടോ, ഈ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് പേര് കൊടുത്താൽ മതി, ആർ എന്നുള്ള പേര് കൊടുത്താൽ PQR എന്ന് പറയുന്ന ട്രയാങ്കിളായി. PQ 6 സെൻറ്റിമീറ്റർ വരച്ചു, ഇത് 35.5 ഡിഗ്രിയിൽ വരച്ചു, ഇവിടെ ഇത് 60 ഡിഗ്രിയിൽ വരച്ചു. 35.5 35 ഹാഫ് വരക്കാൻ വേണ്ടിയിട്ട് അതിന് നേരെ ഡബിൾ എടുത്തിട്ടാണ് വരച്ചത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ അതിലും സോൾവ് ചെയ്തു. ഓക്കെ. 14ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 14ാമത്തെ ചോദ്യം, ലെങ്ത് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 3 meters more than 2 times of the breadth. പെരിമീറ്റർ ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് 36 സെൻറ്റിമീറ്റർ. അതായത് ഒരു ചതുരത്തിൻ്റെ നീളം വീതിയുടെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവ് 36 മീറ്റർ ആയാൽ നീളവും വീതിയും എത്ര, ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര എന്നാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്ര എന്നാണ് ആദ്യം ചോദിച്ചത്. അതായത് മലയാളത്തിൽ എഴുതിയാൽ നീളം പ്ലസ് വീതി എത്ര എന്നാണ് ആദ്യം ചോദിച്ചത്. നമുക്ക് നോക്കാം. ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമുക്ക് തന്നിരിക്കുന്നത്. പിന്നെ തന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ചതുരത്തിൻ്റെ ചുറ്റളവ് 36 മീറ്റർ ആണ്. അതായത് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്, 36 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രത്യേകത, ഇതും കൂട്ടിയാലാണ് 36 കിട്ടുന്നത്. അപ്പോൾ ഇതും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും, അതായത് ആരുടെ പകുതിയായിരിക്കും, പെരിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. പെരിമീറ്റർ ബൈ 2 ആയിരിക്കും. പെരിമീറ്റർ ബൈ 2. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. കാരണം എന്തുകൊണ്ടാ, 2 നീളവും 2 വീതിയും കൂട്ടുമ്പോഴാണ് പെരിമീറ്റർ കിട്ടുക. അപ്പം നമുക്ക് വേണ്ടത് ഒരു നീളവും ഒരു വീതിയും മാത്രമാണ്. ഐഡിയ മനസ്സിലായില്ലേ? അപ്പോൾ 36ൻ്റെ പകുതി ആയിരിക്കും 18. സംശയം വേണ്ട. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പറഞ്ഞാൽ ഇതാണ്. ഇത് കൂട്ടിയാൽ 18 ആകുമ്പോൾ ഇത് രണ്ടും കൂട്ടിയാലും 18 കിട്ടും. അപ്പോൾ ടോട്ടൽ 36 വരും. അപ്പോൾ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് 18 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം അതിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിൻ്റെ നീളവും വീതിയും എത്ര എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നു ലെറ്റ് ബ്രെഡ്ത്ത് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ്. അപ്പോൾ ലെങ്ത് ഈക്വൽ ടു എത്രയാണ് വരല്, 2 ടൈംസിനോട് 3 അധികം. അപ്പോൾ നമുക്ക് കിട്ടും 2x പ്ലസ് 3 കിട്ടും. അതായത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ വീതിയാണ്, ലെങ്ത് എന്ന് പറഞ്ഞാൽ നീളാണ്. അപ്പോൾ ഞാൻ ബ്രെഡ്ത്ത് എക്സ് എടുക്കാനുള്ള കാരണം ഒരു 2 മെഷർമെൻറ്റുകൾ, 2 അളവുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെറിയ അളവിനെ എക്സ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, അതുകൊണ്ടാണ് ചെറിയതിനെ എക്സ് എടുത്തത്. അപ്പോൾ നമ്മൾക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് 18. നീളം പ്ലസ് വീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് 18. അപ്പോൾ ഇവിടെ എത്ര എഴുതി, നീളം എത്രയാണ്, 2x പ്ലസ് 3 ആണ്. വീതി എത്രയാണ്, x ആണ്, 18. നോക്കിയാൽ 2x എക്സും എത്ര, 3x പ്ലസ് 3 സമം 18. അപ്പോൾ 3x സമം 18 മൈനസ് 3 വരും എന്നറിയാം നിങ്ങൾക്ക്. അപ്പോൾ 3x ഈക്വൽ ടു 15. ദർഫോർ x ഈക്വൽ ടു 15, 15/3, 15/3 നമുക്ക് ഉത്തരം കിട്ടും 5. അപ്പോൾ അതിൽ നമുക്ക് എത്ര കിട്ടും, ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി x സമം 5. ഇനി എന്താ വേണ്ടത്, ലെങ്ത്ത്, നീളം വേണം. നീളത്തിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞത്, 2x പ്ലസ് 3 ആണ്. അപ്പോൾ എന്താ അർത്ഥം, 2 ഇൻറ്റു എക്സിന് പകരം 5 കൊടുക്കുക പ്ലസ് 3, 2×5 10. 10 പ്ലസ് 3 നമുക്ക് എത്ര കിട്ടും, 13 എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 15ാമത്തെ ചോദ്യമാണ്. 15ാമത്തത് ഒരു ചിത്രമാണ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ആ ചിത്രം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു റെഗുലർ ആയിട്ടുള്ള ആ ചിത്രം ഞാനിവിടെ ഏകദേശം ഒന്ന് വരക്കാം. ഇങ്ങനെയുള്ള ഒരു ചിത്രം. ഓക്കെ, ഇതിൻ്റെ കൂടെ
ഇങ്ങനെ 5 സൈഡുള്ള വേറൊരു ചിത്രം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. 5 സൈഡുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു 5 സൈഡുള്ള ചിത്രം തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു സ്ക്വയറും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇതാ ഇങ്ങനെയുള്ള ഒരു സ്ക്വയറും നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ചിത്രം. ഇതൊരു സ്ക്വയറാണ്, ഇതൊരു റെഗുലർ ഹെക്സഗൺ ആണ്, ഇത് ഒരു റെഗുലർ പെൻറ്റഗൺ ആണ്. എല്ലാം റെഗുലർ ആണ് എന്ന് പറഞ്ഞാൽ സമബഹുഭുജം, സമപഞ്ചഭുജം. ഞാൻ വരക്കുന്നത് ഇങ്ങനെ ക്ലിയറായിട്ട് എല്ലാ സൈഡ് ഈക്വൽ ആണെന്ന് വിചാരിക്കണം, എല്ലാ ആംഗിളും ഈക്വൽ ആണെന്ന് കരുതണം. ഓക്കെ, ഇങ്ങനെയാണ് ചിത്രം തന്നിരിക്കുന്നത്. ഇതിന് പേര് കൊടുത്തിട്ടുണ്ട് ബി, ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എ, ഇങ്ങനെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ് ദ മെഷേഴ്സ് ആംഗിൾ എ ക്യു ആർ, ആംഗിൾ എ ക്യു ബി ആൻഡ് ആംഗിൾ പി ക്യു ബി. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് പറഞ്ഞിരുന്നത്? ഒരു സമഷഡ്ഭുജം, ഒരു സമപഞ്ചഭുജം, ഒരു ചതുരം ഒന്നിച്ചിട്ടുള്ള ചിത്രം തന്നിട്ടുണ്ട്. ഇൻ ദി ഫിഗർ എ റെഗുലർ ഹെക്സഗൺ, എ റെഗുലർ പെൻറ്റഗൺ ആൻഡ് എ സ്ക്വയർ പുട്ട് ടുഗദർ. റൈറ്റ് ദ മെഷേഴ്സ് ഓഫ് ആംഗിൾ എ ക്യു ആർ, ആംഗിൾ എ ക്യു ബി, ആംഗിൾ പി ക്യു ബി. ഓക്കെ, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ പി ക്യു ആർ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് കണ്ടുപിടിക്കാം. റൈറ്റ് ദി മെഷേഴ്സ് ആംഗിൾ എ ക്യു ആർ. പ്രിയപ്പെട്ട കുട്ടികളെ, എ ക്യു ആർ എന്ന് പറയുന്നത് ഇതാണ്. എ ക്യു ആർ, ഈ ആംഗിളാണ് എ ക്യു ആർ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയറിൻ്റെ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ധൈര്യത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒന്നാമത്തത്, അത് സ്ക്വയറിൻ്റെ ആംഗിൾ എപ്പോഴും സമചതുരത്തിൻ്റെ ഒരു കോണ് എപ്പോഴും എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കിട്ടി 90 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അതിലത്തെ ആയി, എ ആയി. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? ഫൈൻഡ് ദി ആംഗിൾ എ ക്യു. അതിൽ തന്നെ ആംഗിൾ എ ക്യു ബി വേണം. ആംഗിൾ എ ക്യു ബി വേണം നമുക്ക്. എ ക്യു ബി നിങ്ങൾ കണ്ടോ? ഇതാണ് എ ക്യു ബി. എ ക്യു ബി ഇത് ഒരു എന്തിനാണ്? പെൻറ്റഗണിൻ്റെ, റെഗുലർ പെൻറ്റഗണിൻ്റെ ആംഗിളാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ഈ 8th പഠിക്കുമ്പോൾ 2 റിസൾട്ട് പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇതിലത്തെ പ്രോബ്ലം ഈസിയായി. ഒന്ന്, റെഗുലർ ഹെക്സഗണിൻ്റെ നോക്ക്, റെഗുലർ ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഷഡ്ഭുജം. അതിൻ്റെ ഒരു ആംഗിള് 120 ഡിഗ്രിയാണ്, പഠിച്ചു വെക്കുക. പിന്നെ പെൻറ്റഗൺ, പഞ്ചഭുജം പഠിച്ചു വെച്ചാൽ ഒരു പണിയുമില്ല. n-2 180 ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചു വെക്കുക. 108. ഈ 2 എണ്ണേ പഠിക്കണ്ടു. ബാക്കി സ്ക്വയറിൻ്റെ എല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെക്കുക. 5 സൈഡ് 5 വശം വരുമ്പോൾ 108 ഒന്ന് വരിക, 6 വശം വരുമ്പോൾ 120. അപ്പോൾ ഇതാ ഈ 5 വശം വരുമ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ ഇത് നമുക്ക് എത്ര കിട്ടും? 108 എന്ന് കിട്ടും. 108. പിന്നെ ചോദിച്ചത് ആംഗിള് പി ക്യു ബി ആണ്. പി ക്യു ബി എന്ന് പറഞ്ഞാൽ ഈ 6 വശം വരുന്നതിൻ്റെയാണ്. അത് നമുക്ക് എത്ര കിട്ടും? 120. അപ്പോൾ ഇത് 108, ഇത് 120, ഇത് 90. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പം എന്തായി? ഒന്ന് 108, പിന്നെ ആംഗിള് പി ക്യു ബി. പി ക്യു ബി എന്ന് പറയുന്നത് 120 ഡിഗ്രി. അപ്പോൾ ഒന്നാമത്തതിൻ്റെ എയുടെ 3 ചോദ്യത്തിൻ്റെ ഉത്തരമായി. ഇനി ബി എന്താണ് പറയുന്നത് അറിയോ? നോക്ക്, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ പി ക്യു ആർ എന്നാണ് പറയുന്നത്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ പി ക്യു ആർ. പി ക്യു ആർ ഏതാണ് നോക്കിയാൽ? പി ക്യു ആർ. അതായത് ഇങ്ങനെ അവിടെ ഒന്ന് കാണുന്ന ചിത്രം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ദ പി ക്യു ആർ. ഈ ചോദ്യം ഏതായാലും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പി ക്യു ആർ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ? ഒരു നോക്കിക്കോ മക്കളെ, ഇങ്ങനെ ഒരു വര വരച്ചാൽ ഇതിന് ചുറ്റുമുള്ള ആംഗിൾ എല്ലാം കൂട്ടി എത്ര കിട്ടും? 360 ഡിഗ്രി കിട്ടും. ഇതിന് ചുറ്റുമുള്ള എല്ലാം കൂട്ടിയാൽ. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള ഇപ്പോൾ ഏതെല്ലായി? ഇത് 90 ഇത് 108 ഇത് 120. ഇനി ഇതും കൂടെ ചേർന്നാൽ 360 വരും. ഇതും കൂടെ ചേർന്നാൽ 360 വരും. എല്ലാം കൂടെ കൂട്ടിയാൽ ഈ ക്യൂവിന് വട്ടത്തിലുള്ളതെല്ലാം കൂട്ടിയാൽ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂട്ടി നോക്കാം. ഈ 3 കൂട്ടി നോക്കുമ്പോൾ ഏതെല്ലാം വരും? 90, 108, 120 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 210, 218, 318 കിട്ടും. ഈ 3 ആംഗിള് നമ്മൾ കണ്ടുപിടിച്ച 3 കൂട്ടുമ്പോൾ 318 ഡിഗ്രി കിട്ടും. അപ്പോൾ 4മത്തതും കൂട്ടിയാൽ നമുക്ക് 360 കിട്ടും. അപ്പോൾ 4th എത്രയായിരിക്കും? ആംഗിള് പി ക്യു ആർ കണ്ടുപിടിക്കാൻ എന്താ വഴി? 360 നിന്ന്
318 കുറച്ചാൽ മതി. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് 318. അപ്പോൾ നമുക്ക് ആൻസർ 42 ഡിഗ്രി എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിള് 360 ഡിഗ്രി ആണെന്നുള്ളത് കുട്ടികൾ ഓർത്തു വെക്കണം. ഓക്കെ, ഇനി 16ാമത്തെ ചോദ്യമാണ്. ഇൻ ദ ഫിഗർ PQRS ഈസ് എ ക്വാഡ്രിലാറ്ററൽ. PR is one of its diagonals. Find the measures of angle PSR and angle QPR. ഞാനൊരു ചിത്രം വലുതായി വരക്കാം, അത് വെച്ചതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്ക്, ഇങ്ങനെ കുറച്ച് വലുത് ചിത്രം വരക്കാം. ഓക്കെ, ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും PS6 സെൻറ്റിമീറ്റർ. ഇത് ക്യാപിറ്റൽ R, ക്യാപിറ്റൽ Q ഇവിടെ തന്നിട്ടുണ്ട്. ഇത് 110 ഡിഗ്രി. യെസ്, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രം നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട്. ഇൻ ദ ഫിഗർ PQRS ഈസ് എ ക്വാഡ്രിലാറ്ററൽ. PR ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡയഗണൽസ്. PQRS എന്ന് പറയുന്നത് ഒരു ചതുർഭുജമാണ്. PR എന്ന് പറയുന്നത് അതിൻ്റെ ഡയഗണൽ വികരണമാണ്. എന്നിട്ട് ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ PSR ആൻഡ് ആംഗിൾ QPR. PSR QPR എന്ന് പറയുന്ന ഇതിൻ്റെ ആംഗിളുകൾ എത്രയാണ്? ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ PQRS. പിന്നെ റൈറ്റ് ദി മോസ്റ്റ് സൂട്ടബിൾ നെയിം ഫോർ ദി ക്വാഡ്രിലാറ്ററൽ PQRS. അപ്പോൾ ഇതിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിക്കണം. PQRSൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഈ ചതുർഭുജത്തിന് പറ്റിയ ഏറ്റവും നല്ല പേര് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, കുട്ടികൾ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻറ്റ് ഇങ്ങനെയാണ്. നോക്ക്, ഇത് 30 ഡിഗ്രി എന്നതിന്, ഇത് 30 ഡിഗ്രി എന്നതിന്. അപ്പോൾ ഇവിടെ തന്നത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെഷർമെൻറ്റ് ഞാൻ എഴുതാം. 110 ഇവിടെയുണ്ട്, 30, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 140 ആയി. അപ്പോൾ ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. ഇത് കണ്ടുപിടിച്ചതാണ്, ഞാൻ റൗണ്ട് ചെയ്യുന്നുണ്ടത്. പിന്നെ ഇത് 30 ഇത് 40 70. അപ്പോൾ ഇത് എത്രയായിരിക്കും? 110 ഡിഗ്രി. ഈ റൗണ്ട് ചെയ്ത രണ്ടും ഞാൻ കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, നിങ്ങൾ നോക്കിയാൽ ഇത് 30 ഡിഗ്രിയാണ്, ഇതും 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആംഗിൾ ഏത് ടൈപ്പിൽ വരുന്നത്? ഈ ടൈപ്പിൽ വരുന്ന ആംഗിൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിന് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾ, മറുകോൺ എന്നാണ് പറയുക. അപ്പോൾ ഈ ആംഗിളും തുല്യമാണെങ്കിൽ, ഇത് രണ്ടും തുല്യമാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ആംഗിളും തുല്യമാണെങ്കിൽ ഈ ലൈനും പാരലായിരിക്കും. ഈ വരയും സമാന്തരായിരിക്കും. അപ്പം നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും PS എന്ന് പറയുന്ന ആള് ആർക്ക് സമാന്തരാണെന്ന് പറയാൻ പറ്റും. സമാന്തരത്തിൽ ഇങ്ങനെ ഒരു വരി ഇടുക കേട്ടോ. ഇത് വായിക്കുക, സമാന്തരം എന്ന് വായിക്കണം, പാരലൽ എന്ന് വായിക്കണം. സമാന്തരം എന്ത്? പാരലൽ ആർക്ക്? QR എന്ന് കിട്ടും, QR കിട്ടും. ഇനി അതേപോലെ നോക്കി, ഇപ്പൊ കണ്ടുപിടിച്ചപ്പോൾ ഈ 40 കിട്ടി, ഇതും 40 കിട്ടി. ഇങ്ങനെയാണ് ചിത്രം അല്ലേ? ഇതും 40, ഇതും 40. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി വേറെ ചിത്രം വരച്ചത്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഈ ലൈനും പാരലല്. ആരെല്ലാം പാരല്? PQവും ആരെല്ലാം? PQ സമാന്തരം ആർക്ക്? SR. ഇത് രണ്ടും ഈ ചിത്രം വരച്ചതിൽ കിട്ടും. ഇനി നമുക്ക് എല്ലാത്തിനും ഉത്തരം ഇപ്പോഴായിക്കഴിഞ്ഞു. ഓരോന്നിൻ്റെ ചോദ്യം നമുക്ക് നോക്കാം. നോക്ക്, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ PSR ആൻഡ് QPR. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആണ് ഞാൻ പറഞ്ഞത്. ആംഗിൾ PSR എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിന്. നോക്ക്, PSR ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 110 ഡിഗ്രി. ഇനി രണ്ടാമത്തത് ആരാ ചോദിച്ചത്? അതിൽ തന്നെ ചോദിച്ചത് QPR. ആംഗിൾ QPR നോക്കിയാൽ QPR എത്ര കിട്ടിയിട്ട് നമുക്കിവിടെ 40 ഡിഗ്രി. ഇത് കിട്ടിയത് എങ്ങനെയാണ്? മൂന്നും കൂടെ കൂട്ടിയിട്ട്
180 എന്നുള്ള പ്രോപ്പർട്ടിയിലാണ് ഈ കണ്ടുപിടിച്ച 2 ആംഗിൾ കിട്ടിയത് കേട്ടോ. ഇനി ബി എന്ന് ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ക്വാഡ്രിലാറ്ററൽ PQRS. പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൻ്റെ ചുറ്റുമുള്ള അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നോക്കിക്കോ, ഈ ഒരു സൈഡ് ആ സൈഡിൻ്റെ 2 ആംഗിൾ 110 30. ഇവിടെ 6 സെൻറ്റി, ഇവിടെ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 7 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറയുന്ന സമയത്ത് ഈ ട്രയാങ്കിളിൽ ഈ ഒരു സൈഡ് നോക്കിയാൽ, രണ്ടിലും വരുന്ന സൈഡല്ലേ ഇത് സൈഡ്, നോക്കിയാൽ ഈ ആംഗിളും ഇപ്പുറത്തേൻ്റെ 2 ആംഗിളിന് തുല്യം. അപ്പോൾ എന്തായി മാറി? ഈ മേലെയുള്ള ട്രയാങ്കിളും താഴെയുള്ള ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ, തുല്യ ത്രികോണങ്ങളായിട്ട് വന്നു. അതായത് എന്തുകൊണ്ട്? ഒരു സൈഡും ആ സൈഡിൽ വരുന്ന 2 ആംഗിളുകളും ഈ സൈഡും ഈ 2 ആംഗിളുകളും വേറൊരു ട്രയാങ്കിളിൻ്റെ എന്താണ് ഇങ്ങനെ വരക്കുന്ന വേറൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ ആംഗിളും ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഈ 2 ട്രയാങ്കിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആണ്. തുല്യ ത്രികോണമാകുമ്പോഴുള്ള പ്രത്യേകത അതിൻ്റെ സമാന വശങ്ങളെല്ലാം തുല്യമായിരിക്കും. അപ്പോൾ എന്ത് പറയാൻ പറ്റും? നമുക്കിവിടെ 40 ഡിഗ്രിക്കെതിരെ ഇവിടെ എത്രയുള്ളത്? 6 ഈ 40 ഡിഗ്രിക്കെതിരെ എത്ര വരും? 6 കിട്ടും. പിന്നെ ഇനി ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 7 30 ഡിഗ്രിക്കെതിരെ 7. അപ്പോൾ ഈ 30 ഡിഗ്രിക്ക് വരും 7 വരും. നോക്കിയാൽ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആയിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര കിട്ടും? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. ചുറ്റളവ് നമുക്ക് എത്ര കിട്ടും? 7 6 അല്ലേ? 7 6 7 6. നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കുക. 13 26 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇനി ഈ ഈക്വൽ ട്രയാങ്കിൾ അല്ലാതെയും ഇതിനെ പറയാം. എന്തുകൊണ്ട് പറയാം? ഇതും പാരലായിട്ട് നമുക്ക് കിട്ടീനി, ഇതും പാരലൽ, ഇതും സമാന്തരം കിട്ടീനി, ഇതും സമാന്തരം കിട്ടീനി. 2 സൈഡുകളും ഓപ്പോസിറ്റ് സൈഡുകളും പാരലൽ സമാന്തരമായാൽ അതെന്തായിരിക്കും? ഒരു പാരലോഗ്രാം ആയിരിക്കും. പാരലോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമാന്തരികമാണ് ഏത് വരിക? ഈ രൂപം വരിക. അപ്പോൾ അതിൻ്റെ എതിർവശങ്ങൾ എങ്ങനെയായിരിക്കും? തുല്യം. ഇത് 6 തന്നിനി, അപ്പോൾ ഇത് 6 ആയിരിക്കും. ഇത് 7 ആണെങ്കിൽ എത്രയായിരിക്കും? 7. അപ്പോൾ അങ്ങനെ ആ രീതിയിലും വേണം നമുക്കതിനെ ചെയ്യാം. അതിൽ സി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? റൈറ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ഈക്വിലാറ്ററൽ PQRS. ഇതിന് ഏറ്റവും അനുയോജ്യമായ പേര് എന്തെന്ന് അതിപ്പോൾ ഞാനിവിടെ എഴുതി കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ പേര്? പാരലലോഗ്രാം. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? അങ്ങനെ ആവേണ്ട കാരണം സാമാന്തരികം. എന്തുകൊണ്ടാണ് ആവേണ്ട കാരണം? ഈ 30 ഈക്വൽ ആയിട്ട് കിട്ടി. ഓക്കെ, ഇത് 40 ആകുമ്പം ഇതും 40 ആയിരുന്നു. അപ്പോൾ എന്തായി? ഈ മോഡലിൽ വരും. ഇതും സമാന്തരം, ഇതും സമാന്തരം വന്നു. അപ്പോൾ അതിൻ്റെ പേര് സാമാന്തരികം, പാരലോഗ്രാം. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 17ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ടോട്ടൽ 18 ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ABCD ഈസ് എ പോളിഗൺ. ഈ ഒരു ഷേപ്പ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഞാനൊന്ന് വരച്ചു വെക്കാം. വരച്ചു വെച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം മനസ്സിലാവും വേഗം. ഇങ്ങനെ തന്നിട്ടുണ്ട്. നോക്ക്, ABCDEF തന്നിട്ടുണ്ട്. ഇതൊരു പോളിഗൺ. വാട്ട് ഈസ് ദ സൂട്ടബിൾ നെയിം ഫോർ ദിസ് പോളിഗൺ? ഇതിന് അനുയോജ്യമായ പേര് എന്തെന്ന്? 6 സൈഡല്ലേ ഉള്ളത്. 6 സൈഡ് ഉണ്ടായത് ഇതിനെന്താ പറയുക? ഇംഗ്ലീഷിൽ പറയല് ഹെക്സഗൺ, മലയാളത്തിൽ പറയല് ഷഡ്ഭുജം. അപ്പോൾ ഒന്നാമത്തതിന് ഉത്തരമായി. ബി, ഹൗ മെനി ഡയഗണൽസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം എനി വൺ ഓഫ് ദ വെർട്ടിസസ്? അപ്പോൾ ഒരു വെർട്ടിസസിൽ നിന്ന് എത്ര ഡയഗണൽ വരക്കാൻ പറ്റുമെന്ന്. ഇതൊരു വെർട്ടിസസ് ആണ്, ഒരു ശീർഷമാണ് അല്ലേ? ഒരു മൂലയിലെ ഇതിൽ നിന്ന് എത്ര വികരണം വരക്കാൻ പറ്റും? നോക്ക്, ഇത് 1, നോക്ക്, ഇത് 2, ഇത് 3. എത്ര വികരണം വരക്കാൻ പറ്റി? 3. ഏതിൽ നിന്നായാലും എത്ര വികരണം വരക്കാൻ പറ്റും? 3 ഡയഗണൽസ്. ഓക്കെ, അതായത് 3 വികരണങ്ങൾ. അതും കറക്റ്റ് ആയില്ലേ? ഇനിയിപ്പോൾ ഇത് 6 ആയതുകൊണ്ട് ഇങ്ങനെ വരച്ചിട്ട് എഴുതാൻ പറ്റി. ഇനി 10 ഉണ്ടെങ്കിലോ
ഡയഗണൽസിൻ്റെ എണ്ണം ഒരു പോയിന്റ് എന്നുള്ള ഡയഗണൽസിൻ്റെ എണ്ണം എത്രയാണെന്നറിയോ? n-3 ആയിരിക്കും വരിക. 6 - 3. ഇതൊന്ന് ഓർമ്മിച്ച് വെച്ചോട്ടോ. ഒരു പോയിന്റ്, ഒരു വെർട്ടെക്സ് എന്ന് വരയ്ക്കാൻ പറ്റുന്നത് n-3. നോക്കി, ഇവിടെ ആകെ 6 സൈഡിലുള്ളത്. 6 സൈഡിൽ നിന്ന് 3 കുറച്ചാൽ അവയുടെ വികരണങ്ങളുടെ എണ്ണായി 1 വരയ്ക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഇത് ചെറുതായതുകൊണ്ട് നമുക്ക് വരച്ച് കണ്ടുപിടിക്കാൻ പറ്റി. ഇനി സി, വാട്ട് ഈസ് ദ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് ദിസ് പോളിഗൺ? ഇതിൻ്റെ എല്ലാം അകകോണുകളുടെ തുക എത്രയാണ്? അകകോണുകളുടെ തുക കാണാൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഇന്നർ ആംഗിളിൻ്റെത് n-2 × 180 ആണ്. അപ്പോൾ n-2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 6 - 2 × 180, 4 × 180. മനസ്സിലായില്ലേ? 6 - 2 4 അപ്പോൾ നമുക്ക് കിട്ടും 720 ഡിഗ്രി. അപ്പോൾ മൂന്നാമത്തതും ആയി. നാലാമത്തതോ, വാട്ട് ഈസ് ദി സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ 7 സൈഡഡ് പോളിഗൺ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്താൽ മതി. 6 എണ്ണത്തിന് 720 കിട്ടിയില്ലേ? ഇനി 7 സൈഡ് വരുമ്പോഴോ, 7 സൈഡ് വരുമ്പോൾ 7 വശം വരുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഇപ്പം 6 എണ്ണത്തിൻ്റെ കിട്ടീനല്ലോ, അതിൻ്റെ കൂടെ ഒരു 150 കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 900, 900 കിട്ടും. ഓക്കെ, ഇനി 12 സൈഡൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല പ്രകാരം കണ്ടുപിടിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 18ാമത്തെ ചോദ്യമാണ് ഇനി പറയുന്നത്. അവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 1 + 2 + 3 = 6 = 3 × 2, 2 + 3 + 4 = 9 = 3 × 3, 3 + 4 + 5 = 12 = 3 × 4. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ദ നെക്സ്റ്റ് 2 ലൈൻസ് ഓഫ് ദിസ് പാറ്റേൺ. ഈ ക്രമത്തിൽ പോകുന്നതിൻ്റെ അടുത്ത 2 വരി എഴുതാൻ. അടുത്ത വരിയിൽ എങ്ങനെയാണ് വരിക നോക്കിയാൽ 1 2 3 2 3 4 3 4 5. അപ്പം മിഡിലത്തെ ടേമാണ് ഇവിടെ വരുന്നത് അല്ലേ? നടുക്കത്തെ ടേമാണ് വരുന്നത്. അല്ലെങ്കിൽ 1 2 3 4 ഈ ക്രമത്തിലാണ് വരുന്നത്. അപ്പം 4 അടുത്തത് വരിക. അടുത്തത് ഏത് വരും? 5 വരും. അടുത്തത് ഏത് വരും? 6. അപ്പോൾ ഇത് എത്ര കൂട്ടിയാൽ കിട്ടും നോക്കിയാൽ? 6 9 12 എന്ന രീതിയിലാണ് പോകുന്നത്. അല്ലെങ്കിൽ 4 5 9 6 നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഏത് തരത്തിൽ നിങ്ങൾക്ക് എഴുതാം? അതിന് 3 × എഴുതണം. 3 ഇവിടെ എല്ലുണ്ട്. 3 × എങ്ങനെ എഴുതാം? 5. അടുത്ത നമ്പർ 5 തുടങ്ങും. 6 7. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 കിട്ടും. ഒന്നുകിൽ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് കിട്ടും, അല്ലെങ്കിൽ ഈ ക്രമത്തിൽ 3 3 കൂടി വരുന്ന ക്രമം നോക്കിയാൽ മതി. അതിനെ 3 × 6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ എ എന്ന് പറയുന്ന ആൻസറാണ് ഇത്. അടുത്ത 2 ലൈൻ എഴുതൽ. അടുത്തത് ബി എന്ന് പറയുന്നത് ചെറിയ ക്വസ്റ്റ്യനാണ്. 99 + 100 + 101 = 3 × എത്ര എഴുതാമെന്നാണ് ക്വസ്റ്റ്യൻ. നോക്ക് നിങ്ങൾ, ഇവിടെ 3 × 6 വരുന്നുണ്ട്. ഇവിടെ 6 വരുമ്പോൾ 3 × 6, 5 വരുമ്പോൾ 3 × 5, നടുവിൽ 4 വരുമ്പോൾ 3 × 4. അപ്പോൾ നടുവിൽ എത്രയാണ് വരുന്നത്? ഇവിടെ 100. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര എഴുതാം? 3 × 100. അപ്പോൾ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യനുമായി. ഇനി സി ആണ്. സി പറഞ്ഞത് ഇഫ് ദ മിഡിൽ നമ്പർ ഓഫ് ദി കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് എക്സ് ദെൻ വാട്ട് ഈസ് ദർ സം? മലയാളത്തിൽ പറഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ മധ്യത്തിലുള്ള സംഖ്യ എക്സ് ആയാൽ അവയുടെ തുക എത്രയാണെന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇതൊക്കെ എന്താണ്? എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. തുടർച്ചയായി 3 എണ്ണം വരുമ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് 3 × മിഡിലെത്തത്. 2 + 3 + 4 ഈ 3 എണ്ണം തുടർച്ചയാണ്. ഇതിൻ്റെ തുക എന്ന് പറയുന്നത്, സം എന്ന് പറയുന്നത് 3 × മിഡിൽ. അപ്പോൾ 3 കോൺസിക്യൂട്ടീവ് നമ്പർ ഇവിടെ ഉണ്ട്, 3 എണ്ണം ഇവിടെ ഉണ്ട് എങ്കിൽ അതിൽ മിഡിൽ നമ്പറിന്, ഇഫ് ദി മിഡിൽ നമ്പർ ഓഫ് ദി കോൺസിക്യൂട്ടീവ് നമ്പർ മിഡിൽ നമ്പറിനെ എക്സ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവയുടെ സം എത്രയാണ് വരിക? ഇത് 3 കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3 × എക്സ് എന്ന് പറയുന്ന ആൻസർ കിട്ടും. അതായത് 3 × എക്സ് പറഞ്ഞാൽ 3x എഴുതിയാൽ ഈ മൂന്നാമത്തെ ഇൻറ്റു ആൻസറായി. മിഡിൽ നമ്പർ ഓഫ് ദി ടേം എക്സ് ആണ്, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ എക്സ് ആണെങ്കിൽ
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3 × x. ഈ നമ്പറിന് എഴുതണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ എക്സിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് x+1 വരും. എക്സിൽ നിന്ന് 1 കുറച്ചിട്ട് x-1 വരും. ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യം നമുക്കില്ല, ചോദ്യത്തിൽ മാത്രം എഴുതിയാൽ മതി. മിഡിൽ നമ്പർ x ആണെങ്കിൽ സം 3 × x = 3x. അപ്പോൾ നമ്മൾക്ക് ഈ കഴിഞ്ഞ വർഷം വന്നിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഫസ്റ്റ് ടേമിനിൽ നമ്മുടെ മലയാളത്തിലെ കാക്കൊല്ല പരീക്ഷയുടെ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തിയത്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിക്കുകയല്ല, ഇതിലത്തെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കുട്ടികളെ, എക്സാമിന് വന്നിട്ടുള്ള 2 മണിക്കൂർ ചോദ്യത്തിന്റെ 18 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ മാത്രം പഠിക്കുകയല്ല നിങ്ങളുടെ ഉദ്ദേശം, മറിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ട് മനസ്സിലാക്കുക എന്നതാണ്. പരീക്ഷയ്ക്ക് വേറൊരു തരത്തിലുള്ള ചോദ്യമായിരിക്കും വരുന്നുണ്ടാകുക. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശരിക്കും മനസ്സിലാക്കി വെച്ച് ബാക്കി